നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അത് അവരെ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ. സ്ട്രെങ്ത് കാർഡാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഫൈവ് ഓഫ് കപ്സ് ആണ്. നയൻ ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, Knight of Pentacles, Six of Cups, Three of Pentacles, Seven of Cups, the High Priestess, Knight of Swords, King of Pentacles ആണ്. ദ സൺ കാർഡാണ്. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ലെസ് കോണ്ടാക്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഒരു പെരുമാറ്റത്തിൽ ഒരു ഡൗട്ട്, അല്ലെങ്കിൽ ഇവർ ആദ്യത്തെ അത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ കൊടുക്കുന്നില്ല എന്നുള്ളൊരു തോട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇവർ വിട്ടു പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള ഒരു ഈ റിലേഷൻ ലെറ്റ് ഗോ ചെയ്തിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഫിനാൻഷ്യലി ഒരു ഗ്രോത്തിലോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ സെൽഫ് ഗ്രോത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു ലെസ് കോണ്ടാക്റ്റിലോട്ട് പോയിട്ടുള്ളത് അവർ കുറച്ച് ഇമ്പോർട്ടൻസിൻ്റെ ആയിട്ട് കണ്ടിട്ടുള്ളത്, അവരുടെ ലൈഫിൽ അവർ പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് മാത്രമല്ല, അവരുടെ ലൈഫിൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. ചില സമയത്ത് നിങ്ങളെക്കാൾ അവർ ഇമ്പോർട്ടൻ്റ് അതിന് കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അത് അവരുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ അവരുടെ കരിയറിൽ ഫോക്കസ് കൊടുക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടിയുടെ കാർഡ് വന്നിട്ടുണ്ട്. ദ ഹൈ പ്രീസ്റ്റസ് കാർഡ് കാണിക്കുന്നത് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള റിലേഷൻ ആണെങ്കിൽ അവർ തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവർ അതിലോട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആയി മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്തു, നിങ്ങളൊരു സെൽഫ് ഗ്രോത്തിലോട്ട് വന്നു തുടങ്ങി. അങ്ങനെ ഒരു സിറ്റുവേഷനിലായപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ എനർജി കിട്ടാണ്ടാവുകയും അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഫൈവ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് അവരിപ്പോൾ ഇമോഷണലി വീക്ക് ആണെന്നുള്ളതാണ്. കാരണം അവരുടെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ പ്രസൻസ് കംപ്ലീറ്റ്ലി മാറിയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഒരു ലെസ് കോണ്ടാക്റ്റിലോട്ട്, നോ കോണ്ടാക്റ്റിലോട്ട് പോയപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നത്.
ഓക്കെ. അപ്പോൾ അവർ ഒരു തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചിലപ്പോൾ രക്ഷിതാക്കളായിരിക്കാം ആ തേർഡ് പാർട്ടി ആയി വരുന്നത്. അതല്ലെങ്കിൽ അവർക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനൊരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായതുകൊണ്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മാറി നിന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു റിലേഷനിലോട്ട് പോയിട്ട് അവർക്ക് അവിടെ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അവരിൽ നിന്നും അവർക്ക് നല്ല ഒരു സിറ്റുവേഷൻ അല്ല ഉണ്ടായിട്ടുള്ളത് അവിടെ. അപ്പോൾ അങ്ങനെ അവർ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ പുറത്ത് കടക്കണം എന്നുള്ള ചിന്തയിലോട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ എനർജി കിട്ടാതാവുകയും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് മാറി നിങ്ങളുടേതായ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് അവർ മാറിയിട്ടുണ്ട്. അവരൊരു വീക്ക് സിറ്റുവേഷനിലോട്ട് മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് അവർക്ക് നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ലൈഫിൽ എന്ന് മനസ്സിലാവുന്നത്. ഇവിടെ 6 ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള, അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരത് തിരിച്ചറിയുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ അവർക്ക് അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാവുകയും നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയുകയും ചെയ്തു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴവരുടെ മനസ്സിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആക്കണം, അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടണം എന്നുള്ള മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. അവർ വിചാരിക്കുന്നത് ഇങ്ങനെ ഈ റിലേഷൻ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് അവരുള്ളത്. കാരണം ഇത് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് എല്ലാം നഷ്ടപ്പെടും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. കാരണം നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ആ ഒരു വാല്യൂ തിരിച്ചറിയാൻ വേണ്ടി പറ്റിയിട്ടില്ല. അവർക്ക് ഇമ്പോർട്ടൻ്റ് മറ്റ് പല കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ അവർ അതിലോട്ട് ഫോക്കസ്ഡ് ആയിട്ട് അതിലോട്ട് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്ത് അതിലോട്ട് പോയി. അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുകയും നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് വരികയും ചെയ്തപ്പോൾ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നെഗറ്റീവായിട്ടുള്ള, അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് അവർക്ക് ലഭിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അപ്പോഴാണ് അവർ ശരിക്കും മാനസികമായിട്ടൊരു വിഷമം, നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഫീലിങ്സ് ഒക്കെ അവർക്ക് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുകയും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അത്രയും ഡീപ്പാണ്, ഇതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല, അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പറ്റുന്ന ഒരു പരാജയമായിരിക്കും എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ആ ഒരു തിരിച്ചറിവിലാണ് അവർ ഈ ഒരു സ്ട്രെങ്ത് കാർഡും 8 ഓഫ് പെന്റിക്കിൾസും കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ആക്കണം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അതിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നല്ല രീതിയിൽ കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് അവർ മാറിയിട്ടുണ്ട്. ഇവിടെ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു നൈറ്റ് ഓഫ് കപ്സ് ഒരു ആക്ഷൻ എടുക്കും. അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഈ സൺ കാർഡ് പറയുന്നത് അവർ ട്രൂത്ത്ഫുൾ ആയിട്ടാണ് നിങ്ങളോട് നിൽക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇപ്പോഴുണ്ടായിട്ടുള്ളത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. പാഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് അവർക്കൊരു പാഷനാണ്. അവർക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പാഷൻ ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് നിങ്ങളോട് തോന്നുന്നു എന്നുള്ളതാണ് പറയുന്നത്. വെയിറ്റ് എന്നാണ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട്. അപ്പോൾ അതിനൊരു ആക്ഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ
അവർ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് വെയിറ്റ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. റിഗ്രറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളെ വിട്ട് പോയ ഒരു സിറ്റുവേഷൻ, അതായത് ഈ റിലേഷൻഷിപ്പിനേക്കാൾ ഇമ്പോർട്ടൻസ് മറ്റു പലതിനും അവർ കൊടുത്തത് കൊണ്ട് തന്നെ അവർക്കിപ്പോൾ റിഗ്രറ്റ് ഉണ്ട്. അതായത് അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലോട് കൊണ്ടുപോകേണ്ടി വന്നു എന്നുള്ള ഒരു റിഗ്രറ്റ് ഉണ്ട്. അവരുടെ മുകളിൽ തന്നെ അവർക്കൊരു ദേഷ്യം ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നത്. ന്യൂ ബിഗിനിങ്സ് എന്നാണ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുന്നു, ഒരു മാറ്റം, ഒരു ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പണ്ട് എങ്ങനെയായിരുന്നോ, അതായത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എങ്ങനെയായിരുന്നോ അതേ ഒരു ലെവലിലോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും കൊണ്ടുവരാൻ അവരാഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, സൈലൻസ് എന്നാണ് പറയുന്നത്. അതായത് അവർ ഈ റിലേഷൻഷിപ്പിൽ നിന്നും സൈലന്റ് ആയിട്ട് മാറി നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴവർക്ക് നിങ്ങളോട് പല കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളോട് സൈലന്റ് ആയിട്ട് ഇപ്പം മാറി നിൽക്കുന്നത് ആ ഒരു റിഗ്രറ്റ് കൊണ്ടാണ്, ആ ഒരു വിഷമം കൊണ്ടാണ്. നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതിലുള്ള വിഷമം, റിഗ്രറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് അവർ പോകുന്നതെന്നുള്ളതാണ്. പ്രോമിസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസ്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ സത്യസന്ധമായി തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടി അവർ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കും എന്നുള്ള ആ ഒരു പ്രോമിസ് അത് അവർ ശരിക്കും പാലിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സൂൺ എന്നാണ് പറയുന്നത്. അധികം വൈകാതെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജ് പറയുന്നത് കേട്ടോ. ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം നമുക്ക്. ഇഫ് യു ബിലീവ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവും. നിങ്ങൾക്ക് വിശ്വാസം വേണം നിങ്ങളുടെ പേഴ്സണലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും. ഓക്കെ, ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ നിങ്ങളുടെ മനസ്സിലൊരു അസ്വസ്ഥതയോ, എന്താണ് ഒരു ഡിസിഷൻ എന്താണ് എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഏഞ്ചൽസിനോട് അതിൻ്റെ ഒരു സജഷൻ ചോദിക്കുക എന്നുള്ളതാണ്. വെയിറ്റ് എന്നാണ് പറയുന്നത്. നേരത്തെ വെയിറ്റ് എന്നുള്ള കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് വരുന്ന ടൈമാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. റൊമാൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ആഴം, ആ ഒരു കണക്ഷൻ്റെ ഡെപ്ത്, അതൊക്കെയാണ് ഈ ഒരു കാർഡിൽ ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ അത്രയും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉള്ള റിലേഷൻ ആവുമ്പോൾ നിങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും ആ റിലേഷൻ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ ആർ, ലെറ്റർ സി, 2000, അശ്വതി, 1985, ലെറ്റർ ഇ, 1998, ജൂലൈ, 1988, ഉത്രം, നവംബർ, മൂലം, 1986, പുണർധം, ലെറ്റർ വി, ലെറ്റർ ജെ, ജനുവരി,
ഭരണി, മകീര്യം, 1999, കാർത്തിക, ചോതി, അനീഴം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.